അങ്ങനെ തന്നെയാണ് കേട്ടോ. എല്ലാവരും അല്ല അത് വേണ്ട അനുസരിച്ച് ഫോട്ടോ CIT-കാരും കൂടെ നിൽക്കണം. ഇത് കേൾക്കണം. കേൾക്കണം. നിങ്ങൾ ഫോട്ടോയിൽ വരണ്ട, അപകടമാണ് എനിക്കറിയാം. പക്ഷെ നിങ്ങളോട് ഇത് കേൾക്കണം. ഉണ്ടോ CIT-കാരൊക്കെ? അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ മാത്രം അവിടെ പോകും, ബാക്കിയുള്ളവർ പുറത്തുനിന്നായിരുന്നു. അല്ല അല്ല അവരുടെ കോമൺ ഓഫീസർ ഞാനിതൊരു രാഷ്ട്രീയ പ്രചരണം ഒരു നിങ്ങളുടെ വോട്ട് തന്നെ ആ 5 വർഷങ്ങളെല്ലാം നിങ്ങൾക്ക് ഈ അവസ്ഥ മാറ്റിത്തരാൻ പറ്റില്ല. ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാനൊരു അഞ്ചനായി പിൻവാങ്ങേണ്ടി വന്ന അവസ്ഥയിൽ ഇങ്ങനെ പിന്നെ ഞാൻ പോയി കേൾക്കണ്ട എല്ലാവരും. അങ്ങനെ തോറ്റ MP-ക്കും എന്ത് ചെയ്യാൻ സാധിച്ചു എന്ന് തെളിയിച്ചതാണ്. ജയിപ്പിച്ചു വിട്ടാൽ ഇതുക്കും മേലെ പണ്ട് കാലത്തിനേറ്റവും ബെറ്ററാണ് മാർക്കറ്റ്. ഇപ്പോൾ പഴയ കാലമുള്ള ആൾക്കാരോട് ഞാൻ ചോദിക്കുന്നത് അതായത് ഏത് ചെയ്തു വെച്ചത് അവിടെ ടോയ്ലറ്റ് അടക്കണം. നിങ്ങൾക്ക് ടോയ്ലറ്റ് ഇല്ല എന്ന് പറഞ്ഞു. ടോയ്ലറ്റ് റോഡ് സൈഡിലാണ് ഞാൻ മൂത്രമൊഴിക്കുന്നത്. ഇവിടെ മൂത്രമൊഴിക്കാനുള്ള ഒരു സൗകര്യം അതിൽ കേസിന് പോയിട്ടുള്ളതാണ്. റോഡ് സൈഡിൽ 2 സൈഡോടെ പോകുമ്പോൾ നമ്മുടെ മൂക്ക് നോക്കിയിട്ട് വേണം 2 സൈഡോടെ പോകാനായിട്ട്. ഈ കുട്ടികൾ സ്കൂളിൽ പോകുന്നവർ വളരെ ഭേദപ്പെട്ട രീതിയിലാക്കി തരാൻ വേണ്ടി അഞ്ചനായി എന്നെ മാർക്കറ്റിനെ എനിക്കിവിടെ മാർക്കറ്റിന്റെ കാര്യം മാർക്കറ്റിൽ തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം നോക്കണ്ട. മാർക്കറ്റിൽ തന്നെയല്ലോ. അതല്ല ഞാൻ ചോദിക്കുന്നത്. മാർക്കറ്റിൽ എനിക്ക് മാർക്കറ്റിന്റെ കാര്യമാണ്. മറ്റുള്ളവർക്ക് പോയി എനിക്കിവിടെ വന്ന് ഇതേ പറയാം. ഒരു കാര്യത്തിൽ തന്നെ അഭിപ്രായം പറയാം. ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് എനിക്ക് ഇതേ പറയാം. ഇവിടെ വന്ന് എനിക്ക് സ്വർണ്ണപ്പണിക്കാരുടെ കാര്യം ഈ സാഹചര്യം മാറും. ഈ സാഹചര്യം ഒരു തരത്തിലും മാറിയിട്ടില്ല. ഞാൻ 7 വർഷം മുമ്പ് കണ്ട അവസ്ഥ ആണോ? അത് മാറ്റിത്തരാം എന്ന് പറയുന്നതാണ് രാഷ്ട്ര സേവനത്തിൻ്റെ എല്ലായിടങ്ങളിലും വിഷയങ്ങളും സ്ഥലങ്ങളും. അവർക്ക് അതേ പറയാം. മാർക്കറ്റ് എന്ന് പറയുന്നത് അത് കോപ്പറേറ്റീവ് ബാങ്കുകൾ മുഴുവൻ റിസർവ് ബാങ്കിൻ്റെ കീഴിൽ നിയമവിഷയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ എല്ലാവരും ചുരണ്ടുന്നത് അവിടെയായിരിക്കും, തൂക്കി നിൽക്കുന്നത് അവിടെയായിരിക്കും. മാത്രമല്ലല്ലോ ചേട്ടാ ഇങ്ങനെ പറഞ്ഞാലും അപ്പോ സാറത് കരുവന്നൂർ എന്ന് പറയുമ്പോൾ അത് മാത്രമല്ലല്ലോ. അല്ല അതാ പറഞ്ഞ മുഴുവൻ കോപ്പറേറ്റീവ് ബാങ്കുകൾ അത് ആരുടേതായത് കോപ്പറേറ്റീവ് ബാങ്കുകൾ തന്നെ വിഷയം അല്ല. അങ്ങനെ 100 എല്ലാ കോപ്പറേറ്റീവ് ബാങ്കുകൾ എന്നാണ് അത് കരുവന്നൂർ പറയുന്നതാണ്. ഞാൻ അവിടെ മാർക്കറ്റിന്റെ വികസനം പറയുന്നത് അവരിത് ചോദിക്കും. ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞപ്പോൾ നിങ്ങൾ ഉന്നയിച്ച മറു ചോദ്യത്തിന് പ്രസക്തി ഇല്ലാന്നേ ഞാൻ പറഞ്ഞു. ഇവിടെ എനിക്ക് മാർക്കറ്റിന്റെ കാര്യം പറഞ്ഞു. എല്ലാവരും
എല്ലാവരും ഒത്തുപിടിച്ച് നിങ്ങളുടെ കൂടെ ഒത്തുപിടിക്കാൻ ഞാനും ഉണ്ടാവും. അത്രയും ഉദ്ദേശിച്ചത് ഞാനുണ്ടാവും എന്നാണ്. താങ്ക് യു. കുട്ടികളെ വിളിക്കും. ലേഡീസൊക്കെ വരും. ലേഡീസ് വരും 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 ടീച്ചർ വരുവാ. ഓടണ്ടെന്ന് പറയും. ഒരു കൊണ്ടൊരു ചേട്ടാ 5 ചട്ടി അവിടെ കൊടുക്കും. ആള് പുലിയാണ്. 80 വയസ്സിൽ ചേരുന്ന തിളക്കം. ഇത് മറ്റവന്മാർ ഉരച്ചു നോക്കാൻ വരില്ലേ? ചട്ടി വാങ്ങിച്ചോളൂ. ചട്ടിയിലിട്ടോ അല്ല അത് അങ്ങോട്ട് പോണ്ട്. അവിടെ കൊടുക്കാം. ഞാൻ ഇവിടെ ഉണ്ട്. ഗോപേട്ടോ വെള്ളം കൊടുക്കാനും ചട്ടി കൂടുതൽ വേണമെന്ന് പറയാം. 5 ഇങ്ങോട്ട് കൊണ്ടുവന്നാൽ ഞാൻ 25 കൊണ്ടുവന്നിട്ട് കറക്കണതിന് മുമ്പ് എല്ലാവരും പണ്ടെടുത്തോളൂ. പ്രമേയം പാസാക്കൽ മാത്രമായിരുന്നു സർക്കാരിന്റെ ജോലി. See, this is a rule. They don't need to succumb to pressures, but they have to succumb to pressures of rules. They have to. Let the Chief Minister come and talk to me in your presence. He is a more responsible person. Forget the Sports Minister. അല്ല, ഞാൻ MP ആയി വന്നാൽ ഉറപ്പായിട്ടും ഞാൻ ഇതിന് മുഴുവൻ കാശും 2 വർഷത്തെ ഫണ്ടിങ് വേണമെങ്കിൽ തരാം. 2 വർഷത്തെ 5 10 കോടിയും ഞാൻ തരാം. നിയമം അനുസരിച്ച് വരുമോ? നെട്ടിശ്ശേരിയിൽ ഒരു റോഡിന് 18,70,000 രൂപ കൊടുത്തു. ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്തുകൊണ്ടാണോ അറിയാം? അത് ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്. അതിലേക്കൂടെ MP ഫണ്ടിൽ നിന്ന് റോഡ് ചെയ്തുകൂടാണ്. ആ റോഡ് മാത്രം ഒഴിവാക്കി അവിടുത്തെ കൗൺസിലർ റോഡ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ റോഡ് മാത്രം ഒഴിവാക്കി. അപ്പം ഞാൻ തിരിച്ച് കളക്ടറോട് ചോദിച്ചത്, അങ്ങനെയാണെങ്കിൽ പിന്നെ ദേവസ്വത്തിന് ആ ഗേറ്റ് ഇട്ട് ആ റോഡ് അടയ്ക്കാമല്ലോ അല്ലേ? പോലീസ് വണ്ടികളൊന്നും വിയ്യൂരിലേക്ക് ആ കുറുക്ക് വഴിയിലൂടെ പോകണ്ടല്ലോ അല്ലേ? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ? ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇതെല്ലാം. ഇതും ജനങ്ങളുടെ ആവശ്യത്തിനാണ്. നിയമങ്ങൾ എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കിയതാണ്. ആ നിയമപാലനം നടത്തിക്കൊണ്ട് ഇത് അനുവദിക്കണം. അതാണ് കോർപ്പറേഷനോ അല്ലെങ്കിൽ സർക്കാരോ ചെയ്യേണ്ടത്. ചെയ്യട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ഇനിയും PT ഉഷയെ കൊണ്ട് ആ കാശ് ഇടിക്കാം. ഞാൻ 2 വർഷത്തെ മുഴുവൻ കാശ് തന്നെ തരാം. ഇനി അതല്ലാതെ MP ഫണ്ട് അല്ലാതെ സ്പോർട്സ് വകുപ്പിലൂടെ അല്ല, അപ്പൊ ഒന്നും ആരും എനിക്ക് മറുപടി പറയാതെ പോകാനാണ്. ഇനി സ്പോർട്സ് വകുപ്പിലൂടെ
സായി എനിക്ക് തോന്നുന്നു ഇത് ഇരട്ട കേസാണ് അല്ലേ? സ്പോർട്സ് അതോറിറ്റി സ്പോർട്സ് മിനിസ്ട്രിയിൽ നിന്നെങ്കിലും ഞങ്ങളുടെ ഒന്നും പങ്കുചേരലില്ലാതെ ഗവൺമെന്റൽ ബഡ്ജറ്റിങ്ങിൽ കൊണ്ടുവന്ന് ഇതിനൊരു കണ്ടെത്തൽ നമുക്ക് സാധിക്കുമെങ്കിൽ അതിനും ശ്രമിക്കും. അതിപ്പം MP ആയാലും ഇല്ലെങ്കിലും ജയിച്ചാലും തോറ്റാലും എന്നൊരു പ്രയോഗം ഇനിയില്ല. വിജയിച്ച് വന്ന് ചെയ്യുന്നത് തന്നെയാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും അങ്ങനെയാണ്. അവർക്ക് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കണം. ഓ ജയിച്ചാലേ ചെയ്യത്തുള്ളൂ, അപ്പൊ തോറ്റാ ചെയ്യില്ല. തോക്കുന്ന പ്രശ്നമില്ല. ഇവിടെ കുട്ടികളാണ് ഇവിടുത്തെ അത്ലറ്റ്സ്. ഇത്രയും പിള്ളേരുണ്ടെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ ആ 100 ചട്ടിയും കൊണ്ടുവരും. ഇത് നമ്മുടെ അത്ലറ്റുകളാണ്. നമ്മളെ കൊണ്ടുവന്നു. എനിക്കെടുക്കണ്ട. അല്ലാതെ പോയി ഇതിന് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് എന്തെങ്കിലും ചോദിച്ചാൽ ഞാൻ മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കും. അതിനുള്ള സമയം എനിക്ക് തരണം. കേട്ടോ കേട്ടോ. അപ്പൊ ഞങ്ങളിവിടെ ഈ കണ്ടെത്തലാണ് ഞങ്ങൾ ചെയ്തിട്ടാണ് ഞങ്ങൾ ഈ നാഷണൽ മെഡൽ മുഴുവൻ വളരെ വിശദമായ മറുപടി അവിടെ കൊടുക്കും. അപ്പൊ ഈ കുട്ടികൾ എല്ലാവരും നാഷണലിൽ പോയി മെഡൽ മേടിക്കുകയും ചെയ്യണം. എന്നിട്ട് ഞങ്ങൾ പാലക്കാട് പോയി അവിടെ സംസാരിച്ചത് എന്തുകൊണ്ട് ഇവിടെ നടപ്പിലാക്കുന്നില്ല, അത് നിങ്ങൾ നിങ്ങളുടെ കൊടുത്ത് നേതാക്കന്മാരോട് ചോദിക്കുക. താങ്ക് യു. കുട്ടികൾക്ക് ഇരുന്നോ? പ്രാക്ടീസ് ചെയ്യാൻ പോകുന്നു. പക്ഷേ ഞാൻ പറയാനുള്ളത് പറഞ്ഞു തരാം. അവിടെ സംസാരിച്ചു, എല്ലാവരും സംസാരിച്ചു കേട്ടോ. നിങ്ങൾ നിൽക്കാത്തുള്ളൂ. കുറച്ചുകൂടെ ബാക്കിലോട്ട് പോയി ലോ എടുക്കാൻ നന്നായിരിക്കും. യെസ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട്? ഓക്കെ അല്ലേ? ചേട്ടാ എത്ര ചട്ടിയുണ്ട്? 20 ഉണ്ട്. ഞാൻ അതല്ലേ ചോദിച്ചു. എന്താ ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ അവരെ നിലനിർത്തിയില്ലെങ്കിൽ കൃമികീടങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ കൂടും. നമുക്ക് ഒരുപാട് രോഗങ്ങൾ മഴ പെയ്യുമ്പോൾ ഉണ്ട്. ഒരു കാര്യം എനിക്ക് വഴി ക്ലിയർ ഞാൻ പോയി. Right.
ലൈവ് ഒന്നും വേണേ എവിടെ ലേറ്റ് കറക്റ്റ് അത് മാറ്റണം. പക്ഷെ വോട്ട് എനിക്കില്ല. വോട്ട് നമ്മൾ ജയിപ്പിച്ചാൽ അതിൻ്റെ ഷേപ്പ് മാറ്റി ഞാൻ കാണിച്ചു. ടോയ്ലറ്റുകളുടെ ആവശ്യം അടക്കം ജയിപ്പിച്ചു വിട്ടാൽ എന്തായിരിക്കും എന്നുള്ളത് ഉറപ്പായിട്ടും ഇതിന് മേലെ ആയിരിക്കും. അപ്പോൾ ആ വികസനം മുന്നോട്ടും കൂടി കൊണ്ടുവരുന്നത്. അപ്പോൾ മാത്രമല്ല, ഫ്ലവർ മാർക്കറ്റിലും പച്ചക്കറി മാർക്കറ്റിലും റൈസ് മാർക്കറ്റിലുമൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു നിലയിലേക്ക് എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും ശക്തൻ മാർക്കറ്റ് മൊത്തത്തിൽ ഒരു ഇന്റർനാഷണൽ ഗ്രോസറി മാർക്കറ്റ്, ഫ്ലവർ മാർക്കറ്റ്, മീറ്റ് മാർക്കറ്റ്, വെജിറ്റബിൾ മാർക്കറ്റ്, അങ്ങനെ കൺസ്യൂമേഴ്സിന് വന്ന് തുറന്നു കയറാവുന്ന ഒരു ഓപ്പൺ ലുലു മോളിൻ്റെ മോഡൽ, അതാണ് എൻ്റെ ഹൃദയത്തിലുള്ളത്. അതിനുവേണ്ടി ശ്രമിക്കും. ഇത് പ്രചരണത്തിന് നിങ്ങൾക്ക് തന്നെ ഉപയോഗിക്കാം. ഒന്ന് ജയിപ്പിച്ചു നോക്കാം, അത്രയും ഞാൻ പറഞ്ഞു. രാഷ്ട്രീയമൊന്നും ആരും വഞ്ചിക്കേണ്ട, രാഷ്ട്രീയത്തെ മാറ്റി നിർത്തുകയും വേണ്ട. ശ്രമിച്ചുകൊണ്ടിരിക്കുകയല്ലേ ഓരോ 5 വർഷം. ഒരു ബെറ്റർ 5 വർഷം, ഒരു ഭേദപ്പെട്ട 5 വർഷത്തിന് ഞാൻ യോഗ്യനാണോ എന്ന് അളന്ന് കുറിച്ച് നിങ്ങൾ തീരുമാനിക്കും. എല്ലാവരും ബാക്കിൽ പോകും. കാര്യങ്ങളൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കേൾക്കണം. ആയില്ലേ